Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിപ്പോൾ 2 പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത്. ഇത് കുക്കറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫുള്ളായിട്ട് നമ്മളൊന്ന് പുഴുങ്ങി 3 വിസിലിന് വേണ്ടിയിട്ടാണ് വെച്ചത്. ഇതിൻ്റെ തോലൊക്കെ നമുക്കിനി ഒന്ന് കളയാം. നമ്മുടെ പൊട്ടാറ്റോയുടെ തോല് കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കട്ടി വേണ്ട, ഇത് ഏകദേശം ഈ ഒരു കട്ടിയിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ 1 കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. കടലമാവ് അല്ലെങ്കിൽ നമ്മൾ ബേസ് എന്ന് പറയും. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കടലമാവിൻ്റെ പകരം മൈദയും യൂസ് ചെയ്യാം. പക്ഷെ കടലമാവും കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോസ്, ടൊമാറ്റോ കെച്ചപ്പില്ലേ, അത് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പുളിയും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇത് കണ്ടിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല കട്ടിയിൽ ഒരു പേസ്റ്റാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ. ഇത്രയും കട്ടി വേണം. നമുക്ക് തിക്കൊരു ലെയർ വേണം കടലമാവിൻ്റെ. ഇതിലിപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ സോസാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് പുളി കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു 4 ടീസ്പൂൺ വരെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ 1 കപ്പ് കടലമാവിന് ഏകദേശം 3/4 കപ്പോളം വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോസിൻ്റെ അളവും കൂടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ കടലമാവ് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കോൺഫ്ലേക്സ് ആണ്. ഇത് നമുക്ക് ചെറുതായിട്ട് കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതി, ആദ്യം പൊടി ആക്കരുത്. കോൺഫ്ലേക്സിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും ആ കോട്ടിങ്ങിൽ വരുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് 2 സൈഡും കോട്ട് ആയി കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ കോൺഫ്ലേക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്ക് കോട്ടിങ് ആയാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കോൺഫ്ലേക്സ് നന്നായിട്ട് ഇതിന്മേൽ പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിക്ക് കോട്ടിങ് വേണമെന്ന് പറയുന്നത്. എക്സ്ട്രാ വരുന്ന കോൺഫ്ലേക്സ് ഒക്കെ മാറ്റിക്കളയാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളൊരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓയിലൊന്നും ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഫ്രൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നല്ല എളുപ്പത്തിൽ റെഡിയാവും ചെയ്യും. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഇത്. അപ്പോൾ നമ്മുടെ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ കോൺഫ്ലേക്സിൻ്റെ ലെയറും മാവൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ബർഗറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ടീ ടൈം സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.